ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും വിടിവിച്ച് അത്ഭുതകരമായി, അതിശയകരമായി ഈ നിമിഷം വരെയും നടത്തിയ, നമ്മെ നിർത്തിയ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, ആരെക്കുറിച്ച് പ്രസംഗിക്കുന്നു എന്നുള്ളതാണ്. എവിടെ നിന്ന് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, എന്തിനെക്കുറിച്ച്, എന്താണ് പ്രസ്താവിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഇരുവാഴ്ചയുള്ള ഏത് വാളിനേക്കായാലും മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ച മാംസങ്ങളെയും വിടുവിക്കുന്നത് വരെ തുളച്ചു കയറി പരിവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനം. യെശയ്യാവിന്റെ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ 55-ാം അധ്യായം 11 വായിക്കുന്നത് പോലെ, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം എനിക്കിഷ്ടമുള്ളത് ചെയ്യുകയും ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കുകയും ചെയ്യും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല. വ്യക്തിപരമായ ഒരുപാട് നന്ദിയുണ്ട്, നിങ്ങളോട് സ്നേഹമുണ്ട്. ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നാം വരുമ്പോൾ തന്നെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ ആഴ്ചകളിലും കർത്താവ് നൽകുന്ന സന്ദേശത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തലക്കെട്ട് നിങ്ങളോട് അറിയിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കും. ഈ ആഴ്ചയിൽ നാം ചിന്തിക്കുന്നത് സകലത്തെയും പുനർസ്ഥാപിക്കുന്ന, റെസ്റ്റോർ ചെയ്യുന്ന കർത്താവിനെ കുറിച്ചാണ്, ദൈവത്തെക്കുറിച്ചാണ്. ആ ഭാഗം നാം ചിന്തിക്കേണ്ടതിനും നമുക്കത് അനുഗ്രഹമാകേണ്ടതിനും, ഓരോ ആഴ്ചകളിലും കേൾക്കുന്ന വചനങ്ങൾ അനുഗ്രഹമാണ്. ഓരോ ആഴ്ചകളിലും കർത്താവ് തരുന്ന സന്ദേശങ്ങൾ നമ്മുടെ രൂപാന്തരത്തിനും, നമ്മുടെ ആത്മാവിനും, നമ്മുടെ ആത്മീക വളർച്ചയ്ക്കും വേണ്ടിയാണ്. വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കുന്നത് വളരുവാൻ വേണ്ടിയാണ്. പ്രൈസ് ഗോഡ്. വായിക്കാം നമുക്ക് യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 55-ാമത്തെ അധ്യായം, അതിൻ്റെ 6-7 വാക്യങ്ങൾ. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവർ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 55-ാം അധ്യായം വളരെ ആഴമേറിയ, ശക്തമേറിയ വചനങ്ങളുടെ ഒരു കലവറയാണ്. യെശയ്യാവിന്റെ പ്രവചനം 55-ാമത്തെ അധ്യായം ഒരിക്കൽ പോലും വായിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ, ഈ യോഗം കഴിഞ്ഞ് ഇന്നത്തെ കുടുംബ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ അധ്യായം ഒന്ന് വായിച്ചിരിക്കണം. അനവധിയായ സത്യങ്ങൾ, നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്ന ദൈവത്തെക്കുറിച്ച്, തൻ്റെ വചനത്തിന്റെ ശക്തിയെക്കുറിച്ച് ഒക്കെ വളരെ ആഴമേറിയ ചിന്തകൾ ആ അധ്യായത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പറയപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ 6-7 വാക്യങ്ങളിൽ യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ എന്ന് വെച്ചാൽ, യഹോവയെ കണ്ടെത്താവുന്ന സമയം എന്നവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അവസരമാണ്. ദൈവം തരുന്ന അവസരങ്ങളെ ഉപയോഗിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തന്റെ വഴികളെയും നീതികെട്ടവർ തങ്ങളുടെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ, അവൻ അവരോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളമായി ക്ഷമിക്കും. ഈ പകലിൽ റെസ്റ്റോറേഷൻ അഥവാ പുനഃസ്ഥാപനം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ വാക്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. എവിടെയാണ് ഒരു റെസ്റ്റോറേഷൻ അല്ലെങ്കിൽ ഒരു പുനഃസ്ഥാപനം നടക്കുന്നത്? എപ്പോഴും പുനഃസ്ഥാപനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ, റെസ്റ്റോറേഷൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പുതുതായി എന്തോ ഒന്ന് ചെയ്യുക എന്നുള്ളതല്ല. പൊളിഞ്ഞു പോയതിനെ, തകർന്നു പോയതിനെ വീണ്ടും പണിയുക, അല്ലെങ്കിൽ വീണ്ടും അത് പുനഃസ്ഥാപിക്കുക എന്ന അർത്ഥമാണ് റെസ്റ്റോറേഷൻ എന്ന വാക്കിനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനം, നാം ആയിരിക്കുന്ന രാജ്യം, നമ്മുടെ ദേശങ്ങൾ, നിങ്ങളുടെ ഓരോ കുടുംബങ്ങൾ, നിങ്ങളുടെ തലമുറകൾ
ഓരോ ഭവനങ്ങളിലും ഈ ഒരു പുനർസ്ഥാപനം ഉണ്ടാകണം. പ്രാർത്ഥനയിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, കർത്താവിന്റെ സന്നിധിയിലുള്ള ആ മടങ്ങി വരവിൽ, ആത്മാർത്ഥതയിൽ, എല്ലാ മേഖലകളിലും ഒരു റെസ്റ്റോറേഷന്റെ ആവശ്യകതയുണ്ട്. സാമ്പത്തിക മണ്ഡലത്തിലുണ്ട്, ആത്മീക മേഖലകളിലുണ്ട്, ആരോഗ്യ വിഷയങ്ങളിലുണ്ട്. എല്ലാ മേഖലകളിലും ഈ ഒരു പുനർസ്ഥാപനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? ഞാൻ തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ പലതവണ പല അധ്യായങ്ങൾ, പല സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വായിക്കുമ്പോൾ അവിടെയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്ന, കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, നമ്മുടെ പാപങ്ങളെ, കുറവുകളെ ഏറ്റുപറഞ്ഞ്, വിടേണ്ടതിനെ വിട്ടുകളഞ്ഞ്, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരിക, ദൈവസന്നിധിയിലേക്ക് വരിക, ദൈവ സാന്നിധ്യത്തിലേക്ക് വരിക, ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് വരിക, ദൈവത്തിന്റെ മുഖമന്വേഷിക്കുക. അവിടെയാണ് എപ്പോഴും പുനർസ്ഥാപനങ്ങൾ നടക്കുന്നത്. പൊളിഞ്ഞുപോയ ആ മൺകലത്തെ, കുശവന്റെ കയ്യിലിരിക്കുന്ന ആ മൺകലത്തെ കുശവൻ വീണ്ടും പണിത് തനിക്കിഷ്ടമുള്ളതുപോലെ, തനിക്ക് ബോധിച്ചതുപോലെ മറ്റൊരു പാത്രമാക്കി തീർക്കുന്ന അവസ്ഥയാണ് റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുനർസ്ഥാപനം എന്ന് പറയുന്നത്. ജീവിതം തകർന്നു പോയ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പ്രതിസന്ധികളുടെ, പ്രതികൂലത്തിന്റെ, തിന്മകളുടെ കൊടുങ്കാറ്റുകളാൽ വലയപ്പെട്ട് തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് താങ്കളെങ്കിൽ, സഹോദരി നിങ്ങളെങ്കിൽ, ഇന്ന് ഈ തിരുവെഴുത്തുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് ഒരു സത്യം ഞാൻ പ്രസ്താവിക്കുകയാണ്. ഏതു തകർന്ന വ്യക്തിയെയും പണിതുയർത്തുന്ന, റെസ്റ്റോർ ചെയ്യുന്ന ഒരു കരം ഇന്നും പ്രവർത്തിക്കുന്നു. ഏത് പരാജിതനെയും വിജയത്തിലേക്ക് നയിക്കുവാൻ അവനെ പണിതുയർത്തുന്ന, അവന്റെ ഉളുക്കിപ്പോയ കാലുകൾക്ക് ബലം നൽകി ഓടുവാൻ അവനെ ഈ ട്രാക്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദൈവകരം ഇന്ന് പകലും പ്രവർത്തിക്കുന്നു. എല്ലാം അവസാനിച്ചു, തീർന്നു എന്ന് ചിന്തിച്ചെടുത്ത്, എല്ലാം കഴിഞ്ഞു എന്ന് മനുഷ്യനും സാഹചര്യവും നിങ്ങളെ നോക്കി വിധി എഴുതിയ സാഹചര്യത്തിൽ അവിടെ നിന്നും പുതിയത് ചിലത് ആരംഭിക്കുന്ന ഒരു റെസ്റ്റോറേഷന്റെ കരം ഇന്ന് പകലിൽ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അത് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. അത് ദൈവം പുനർസ്ഥാപനത്തിന്റെ ദൈവമാണ് എന്നുള്ളത് പഠിക്കുവാൻ നമുക്കൊത്തിരി വിഷയങ്ങളിലേക്ക് പോകേണ്ടതായി വരും. ഏതെങ്കിലും ഒരു വിഷയം പഠിപ്പിക്കുവാൻ, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ സാധാരണ നിലയിൽ ഏതെങ്കിലും ഒരു വാക്യം വായിച്ചാൽ മതി. പക്ഷേ ഈ ഓൾ ബൈബിൾ, ഈ വിശുദ്ധ ബൈബിളിൽ മുഴുവൻ ഇതിന്റെ പകുതി മുക്കാൽ ഭാഗത്തോളം ഞാൻ കാണുന്നത് പുനർസ്ഥാപിച്ച, റെസ്റ്റോർ ചെയ്യുന്ന ദൈവത്തെയാണ്. എല്ലാ മേഖലയിലും തന്റെ ജനത്തെ, തന്റെ രാജ്യമായ ഇസ്രായേലിനെ, മനുഷ്യനെ, തകർന്ന വ്യക്തിയെ, വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടവളെ, ജീവിതത്തിൽ തകർന്നവരെ, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒരു മത്സ്യം പോലും കിട്ടാതെ നിരാശനായി നിൽക്കുന്ന പത്രോസിനെ, ജീവിതത്തിൽ തകർന്നു പോയ വ്യക്തിത്വങ്ങളെ, അങ്ങനെ അനവധിയായ വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഞാൻ അവിടെയെല്ലാം കാണുന്നു പുനഃസ്ഥാപിക്കുന്ന സർവശക്തനായ ദൈവത്തെ. ഒരു വിഷയം ഇതുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു വിഷയം മാത്രം കർത്താവിന്റെ ദാസൻ ഒന്ന് വായിക്കാൻ പോകണം. നെഹമ്യാവിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇതാ ഒരു സംസ്ഥാനം, ഒരു സ്റ്റേറ്റ് തകർച്ചയിലായിരിക്കുന്നു, പൊളിഞ്ഞു കിടക്കുന്നു, തകർന്നു പോയിരിക്കുന്നു. ആ സംസ്ഥാനത്തിന്റെ തകർച്ച നെഹമ്യാവ് എന്ന പ്രവാചകൻ തന്റെ കാതുകളിൽ കേൾക്കുന്നു. അതാണ് നെഹമ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം 2 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജി മോഹൻ വായിക്കും. എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്ന്, ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചു, ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ നാം കാണുന്നത് അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. ഇതാ ഒരു സംസ്ഥാനം വളരെ പ്രതിസന്ധിയിലായിരിക്കുന്നു.
ആ സംസ്ഥാനം മഹാകഷ്ടത്തിലും അപമാനത്തിലും ആയിരിക്കുന്നു. ജെറുസലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു. അതിന്റെ വാതിലുകൾ ശത്രുക്കൾ തീ വെച്ച് ചുട്ടുകളഞ്ഞിരിക്കുന്നു. അതിന്റെ ജനാലകൾ തകർത്തിരിക്കുന്നു. അതെ, ദുഷ്ടൻ അകത്തളങ്ങളിൽ ദൈവത്തിന്റെ നഗരമായ, ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധ നഗരമായ ജെറുസലേമിനെ അല്ലെങ്കിൽ ഇസ്രയേലിനെ ആക്രമിച്ചിരിക്കുകയാണ്. ഇതിന്റെ നടുവിൽ ഒരു പ്രതിസന്ധിയുടെ കേൾവിയുടെ മുൻപിൽ ഒരു ദൈവത്തിന്റെ ദാസൻ അല്ലെങ്കിൽ ഒരു അഭിഷിക്തൻ, ഒരു ദൈവ പൈതൽ എടുത്ത ചുവടുവെപ്പുകളാണ് ആ ഭാഗത്ത് വ്യക്തമാക്കുന്നത്. ജീവിതത്തിൽ നാം ഓരോരുത്തരും ഓരോ ദിവസങ്ങളിലും ഓരോ പ്രതിസന്ധികൾ കേൾക്കുന്നവരാണ്. ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒന്നും ഇന്ന് തുടങ്ങിയതല്ല, ഇപ്പോൾ തുടങ്ങിയതല്ല, 2020 തുടങ്ങിയതല്ല. പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളും എല്ലാ കാലത്തുമുണ്ട്. ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ആ യാത്ര ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെയുള്ള യാത്രയല്ല. ദുർഘടങ്ങൾ നിറഞ്ഞ വഴികളാണ്, വളവുകളും തിരിവുകളുമുള്ള വഴികളാണ്. ഈ റൂട്ടുകളിലൂടെ എല്ലാം ഡ്രൈവ് ചെയ്താൽ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എനിക്കും നിങ്ങൾക്കും എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. എല്ലാ കാലത്തും പ്രതിസന്ധികളുണ്ട്. ഈ ലോകത്തിലെ രാജ്യങ്ങളെ ഒരുപാട് മഹാമാരികൾ, വ്യാധികൾ, വൈറസുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ എല്ലാ കാലത്തും എല്ലാ നാളുകളിലും മഹാവ്യാധികൾ, മഹാമാരികൾ, പ്രളയങ്ങൾ, പ്രതിസന്ധികൾ, കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉറപ്പായി പറയുന്നു, ഇതൊക്കെയും നമ്മുടെ ആത്മമണവാളനായ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണെങ്കിൽ, സത്യമാണെങ്കിൽ, ഈ പുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭങ്ങളാണെങ്കിൽ ഇത് കുറയുകയില്ല, ഇതിനിയും വർദ്ധിക്കും. ഇത് ബർത്ത് പെയിൻ ആണ്. ഒരു ബർത്ത് പെയിൻ ഉണ്ടാകുന്ന ഒരു സഹോദരിക്ക്, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ പോകുന്ന ഒരു സഹോദരിക്ക് പ്രസവ വേദന ഉണ്ടായാൽ ആ പ്രസവം കഴിയാതെ ആ വേദന കുറയുകയില്ല. ആ വ്യക്തി ജനിക്കപ്പെടാതെ ആ വേദന മാറുകയില്ല. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ഒരുവൻ ഈ ഭൂമിയിലേക്ക് വരുവാൻ പോകുന്നു. വാഗ്ദത്തം ചെയ്ത ഒരുവൻ ഈ ഭൂമിയിലേക്ക് വരുവാൻ പോകുന്നു. സ്തോത്രം. ഞാൻ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ മടങ്ങി വരുമെന്ന് വാഗ്ദത്തം ചെയ്ത നമ്മുടെ കർത്താവ് തന്റെ ജനത്തെയും സഭയും ചേർക്കുവാൻ മടങ്ങി വരാൻ പോകുന്നു. അവന്റെ വരവെങ്കിൽ മാത്രമേ, ആ വരവോടുകൂടെ മാത്രമേ തന്റെ ജനവും തന്റെ സഭയും ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുകയും സ്തോത്രം നിത്യതയിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ എത്തുകയും. അവിടെ മാത്രമേ ഉള്ളൂ കണ്ണുനീരില്ലാത്തത്, അവിടെ മാത്രമേ ഉള്ളൂ പട്ടിണിയില്ലാത്തത്, അവിടെ മാത്രമേ ഉള്ളൂ ദുഃഖമില്ലാത്തത്, അവിടെ മാത്രമേ ഉള്ളൂ വൈറസുകളില്ലാത്തത്. വൈറസുകളില്ലാത്ത ഒറ്റ രാജ്യം അത് സ്വർഗമാണ്. പട്ടിണിയില്ലാത്തത് സ്വർഗത്തിലാണ്, കണ്ണുനീരില്ലാത്തത് സ്വർഗത്തിലാണ്, പ്രളയവും മഹാവ്യാധികളും ഇല്ലാത്തത് അവിടെ മാത്രമാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അവിടെയാണ് മനുഷ്യന്റെ കണ്ണുനീരുകൾ സ്വർഗം തുടയ്ക്കപ്പെടുന്നത്. എന്നാൽ ഇന്ന് ഈ വചനഭാഗം കേൾക്കുമ്പോൾ ഒരു ചിന്തയകത്ത് വേണം. ഇതെല്ലാം എൻ്റെ ചുറ്റിലും നടക്കുമ്പോഴും എൻ്റെ ലക്ഷ്യം അവിടെ എത്തുക എന്നുള്ളതാണ്. എൻ്റെ ചിന്ത അവിടെ എത്തുക എന്നുള്ളതാണ്. എൻ്റെ ലക്ഷ്യവും എൻ്റെ ആഗ്രഹവും എൻ്റെ വാഞ്ചയും അവിടെ എത്തുക എന്നുള്ളതാണ്. ഈ ലോകത്തിലെ കഷ്ടങ്ങൾക്കും ദുഃഖങ്ങൾക്കും പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും എല്ലാം അറുതി വരുത്തുന്ന ഒരേ ഒരു സ്ഥലം നിത്യത മാത്രമാണ്. അത് നഷ്ടപ്പെട്ടു പോകരുത്. ഇന്ന് ഈ സർവീസ് കാണുന്ന എൻ്റെ മാന്യപ്രേക്ഷകരോട് പറയട്ടെ, ഈ ഭൂമിയിൽ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനൊത്തവണ്ണം പ്രാപിക്കുമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നിന്ദകളുടെയും കഷ്ടതകളുടെയും ഒക്കെ നടുവിൽ വലഞ്ഞ് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് വിശ്വാസത്യാഗങ്ങൾ സംഭവിച്ച് സ്തോത്രം അവിശ്വാസികളുടെ പട്ടികയിൽ എണ്ണപ്പെട്ടു പോകാതെ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ട് ഈ കർത്താവിന്റെ സന്നിധിയിൽ എനിക്ക് എത്തണം, അവനുമായിട്ട് എനിക്ക് ചേർന്നിരിക്കണമെന്ന ബോധ്യത്തിൽ, ആഗ്രഹത്തിൽ മുന്നേറുന്ന ഒരു ദൈവ പൈതലെ ഏതു തിരമാലകളെയും നീ ജയിച്ചിരിക്കും. ഏത് പ്രതിസന്ധികളെ നീ ജയിച്ചിരിക്കും. നിന്റെ കാതിൽ കേൾക്കുന്ന ഏത് പ്രതിസന്ധികളുടെ നടുവിലും, ഏത് പ്രശ്നങ്ങളുടെ നടുവിലും അല്ല, അത് നിന്നെ മൂടുകയല്ല, പ്രശ്നങ്ങളുടെ മുകളിലൂടെ നടക്കാനുള്ള കരുത്ത് നിന്റെ കാലുകൾക്ക് ദൈവം പകരും. ഇവിടെ നെഹമ്യാവെന്ന മനുഷ്യൻ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് കേൾക്കുന്നു. ജെറുസലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു. അതിന്റെ വാതിലുകളെല്ലാം തീ വെച്ച് ചുട്ട് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സംസ്ഥാനം മഹാകഷ്ടത്തിലായിരിക്കുന്നു. ഇവിടെ എന്താണ് അടുത്ത മൂമെന്റിൽ നെഹമ്യ ചെയ്തത്? 4-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ വർത്തമാനം ഞാൻ കേട്ടപ്പോൾ. പുള്ളി കണ്ടില്ല, പുള്ളി ആ പ്രശ്ന സ്ഥലത്ത് പുള്ളി പോയില്ല, അല്ലെങ്കിൽ അത് കണ്ടില്ല.
അതിനെക്കുറിച്ചുള്ള വർത്തമാന ന്യൂസ് കേൾക്കുകയാണ്. ഇപ്പൊ 24 മണിക്കൂർ ന്യൂസ് കേൾപ്പല്ലേ പലരുടെയും പരിപാടി. ന്യൂസ് കേൾക്കുകയാണ്, ഈ വർത്തമാനം കേൾക്കുകയാണ്. ഈ വർത്തമാനം കേട്ട ദൈവത്തിന്റെ ദാസൻ പ്രാർത്ഥിച്ച ദൈവത്തിന്റെ ദാസന്മാരെയും അറിഞ്ഞ തിരുവെഴുത്തിനെയും പുച്ഛത്തോടെ പുറകിലേക്ക് തള്ളി, എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇനി ഇതിനകത്തങ്ങ് ഞാനില്ല എന്ന് പറഞ്ഞു പോവുകയല്ല. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, എന്തെല്ലാം പ്രതിസന്ധികൾ കുടുംബത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും രാജ്യത്തിലും സംസ്ഥാനത്തിലും നടന്നാലും ഇതൊരു ഉദാഹരണമാണ് ഞാനും നിങ്ങളും അതിന്റെ നടുവിൽ എന്ത് ചെയ്യണമെന്നുള്ളത്. നെഹമ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നിങ്ങളോടുള്ള സന്ദേശമാണ്. ഒരു രാജ്യമോ ഒരു സംസ്ഥാനമോ ഒരു കുടുംബമോ ഏതെങ്കിലും പ്രതിസന്ധികളോ ജീവിതത്തിൽ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ന്യൂസ് കേൾക്കുമ്പോൾ വർത്തമാനം കേൾക്കുമ്പോൾ എന്നാ ചെയ്യേണ്ടി എന്നുള്ളത് ഈ 4-ാം വാക്യത്തിലുണ്ട്. ഓടി വരിക ദൈവത്തിന്റെ സന്നിധിയിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, യഹോവയാകുന്ന ദൈവം എന്റെ ഗോപുരമാകുന്നു, എന്റെ കഷ്ട ദിവസത്തിൽ നീതിമാൻ ഓടിച്ചെന്ന് അതിൽ അഭയം പ്രാപിക്കുന്നു. ഈ ഗോപുരത്തിനകത്തേക്ക് നീതിമാനായ ഒരു ദൈവ പൈതലിന് ഒരു അഭയസ്ഥാനമുണ്ട്, ഒരു സുരക്ഷിത മേഖലയുണ്ട്. ദൈവ സാന്നിധ്യത്തിനകത്ത് അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ, പ്രാർത്ഥനാ ജീവിതം ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. ആ ഒരു അരക്ഷിതാവസ്ഥയിൽ ജീവിക്കുവാനല്ല ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി. ഒരു സുരക്ഷിത സ്ഥാനത്തിരുന്നു കൊണ്ട് ആത്മാവിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. നെഹമ്യാവ് ദൈവസന്നിധിയിൽ ചെന്നിരുന്നു കരഞ്ഞു, ദുഃഖിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടി? എന്നെ അനുഗ്രഹിക്കണേ, എൻ്റെ പിള്ളേരെ അനുഗ്രഹിക്കണേ, പുതിയ വഴി തുറക്കണേ, അതിനാണോ? അല്ല. ദൈവമേ, നിന്റെ നാമം ദുഷിക്കപ്പെടുന്ന ഈ സാഹചര്യങ്ങൾക്കൊരു വ്യത്യാസം ഉണ്ടാകണം. രണ്ടാമതായി, ദൈവമേ, നിന്റെ പട്ടണമാകുന്ന, നിന്റെ മഹത്വം വെളിപ്പെടേണ്ട ദേശമാകുന്ന ഈ ജെറുസലേമിന്റെ പൊളിഞ്ഞു കിടക്കുന്ന മതിൽ പണിയപ്പെടണം. ദുഷ്ടന്റെ പോക്കുവരവുകൾ അവസാനിപ്പിക്കണം. ദൈവത്തിന്റെ പ്രവൃത്തി എൻ്റെ ദേശത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടി ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഉറപ്പായും പറയുന്നു, റെസ്റ്റോറേഷന്റെ, പുനർസ്ഥാപനത്തിന്റെ പ്രാരംഭ നടപടിയാണ് പ്രാർത്ഥന. എവിടെ ഒരു റെസ്റ്റോറേഷനെ കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നു, എവിടെ ഒരു പുനർസ്ഥാപനം ഉണ്ടാകുവാൻ നിങ്ങൾ വാഞ്ചിക്കുന്നുവോ, അതിന്റെ ആദ്യത്തെ ചുവടുവെപ്പാണ് ദൈവസന്നിധിയിൽ വരിക, മുഴങ്കാൽ മടക്കുക, ഉപവസിക്കാൻ തുടങ്ങുക, പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഞാൻ ഉറപ്പായും പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ പണിയപ്പെടാൻ കഴിയാത്ത, പൊളിഞ്ഞു കിടക്കുന്ന ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പൊളിഞ്ഞു തകർന്നു കിടക്കുന്ന സമസ്ത വിഷയങ്ങളെയും സകല വിഷയങ്ങളെയും പണിതുയർത്തുന്ന ഒരു പ്രാർത്ഥനാമുറി നിങ്ങൾക്കുണ്ടാകണം. സ്വർഗത്തിലെ ദൈവത്തോട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് നെഹമ്യാവ് പറഞ്ഞത് എന്തെന്നാൽ 5-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, മതില് പൊളിച്ചവരെയോ തകർത്തവരെയോ പ്രതിസന്ധിയിലിട്ടവരെയോ ഒന്നും ഞാൻ വലുതായി കാണുന്നില്ല. ഞാൻ വലുതായി കാണുന്നത് സകലത്തെയും പുനഃസ്ഥാപിക്കുന്ന അങ്ങയാണ്. ഇന്ന് പകൽ കടഭാരത്തെ അല്ല വലുതായി കാണേണ്ടത്, രോഗത്തെ അല്ല വലുതായി കാണേണ്ടത്, പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെ അല്ല വലുതായി കാണേണ്ടത്. ഇതിന്റെയൊക്കെ നടുവിൽ, ഇതിന്റെയൊക്കെ മുകളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയവനായ ദൈവത്തെ നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസ ജീവിതം നിലനിൽക്കും, ഇല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. ഹല്ലേലൂയ. നെഹമ്യാ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി. അപ്പൊ അതിനകത്ത് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വരികയാണ്. ഒന്ന്, ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നെഹമ്യാവിന് കിട്ടി. സംസ്ഥാനത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച്, അല്ലെങ്കിൽ കർത്താവിന്റെ നാമം ദുഷിക്കപ്പെടുന്ന സാഹചര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടടുത്ത് ശത്രുവിന്റെ പോക്കുവരവുകളെ കുറിച്ച്, ഇതൊക്കെ താൻ കേട്ടപ്പോൾ നമ്പർ 1, ഒരു ഇൻഫർമേഷനിൽ നിന്ന് നെഹമ്യാവ് കയറിപ്പോയത് ഒരു ഇന്റർസെഷനിലേക്കാണ്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അനുഭവത്തിലേക്കാണ്.
എപ്പോഴും ഈ ഒരു ചിന്ത എൻ്റെ പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ അകത്തുണ്ടാകണം. ഏതൊരു കേൾവി എൻ്റെ കാതിൽ കേട്ടാലും അത് നന്മയാകാം, തിന്മയാകാം, അത് പ്രതിസന്ധിയാകാം, തകർച്ചയാകാം, അത് ഹൃദയത്തെ വല്ലാതെ വിഷമിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്നതാകാം. ആ സാഹചര്യത്തിന് നടുവിൽ ഭക്ഷണം പോലും കഴിക്കാതെ അമ്മയോട് പിണങ്ങി, അപ്പനോട് പിണങ്ങി, എല്ലാവരോടും പിണങ്ങി, ബാസോടും പിണങ്ങി പോയി കിടന്ന് ഉറങ്ങുകയല്ല ചെയ്യേണ്ടത്. ഏതൊരു തിന്മയുടെ കേൾവിയുടെ നടുവിലും, ഏതൊരു പ്രതിസന്ധിയുടെ പ്രതികൂലത്തിന്റെ നടുവിലും നിങ്ങളുടെ ബൈബിൾ നിങ്ങളുടെ കരങ്ങളിലെടുത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനാ മുറി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മാറിയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഹൃദയത്തിന്റെ ഭാരങ്ങളെ ദൈവമായിട്ട് പങ്കുവെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കണം. ഇന്ന് ഈ സന്ദേശം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്റെ ലൈഫാണ് ഈ മനുഷ്യൻ പ്രസംഗിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. തത്തുല്യമായ, ഇതിന് തുല്യമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ, വലിയ ഷോക്കിംഗ് ന്യൂസുകൾ കാതിൽ കേട്ടപ്പോൾ, പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നപ്പോൾ, അതെല്ലാം പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിന്റെ മുൻപിൽ ചൂടുള്ള കണ്ണുനീർ ഒഴുക്കി തമ്പുരാന്റെ പാദത്തിൽ വീണ് ആ വിഷയങ്ങളുടെ നടുവിൽ ബലപ്പെട്ടവരും, ആ വിഷയങ്ങളെ ഓവർകം ചെയ്തവരും, പുറത്തു വന്നവരും, പിന്നീട് ദൈവത്തിന്റെ പ്രവൃത്തി ആ വിഷയത്തിൽ കണ്ടവരും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരൊരു ആമീൻ പറഞ്ഞേ, അല്ലെങ്കിൽ അതിനകത്തൊന്ന് ടൈപ്പ് ചെയ്തൊരു ആമീൻ അയച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെഹമ്യ ഇന്റർസീഡ് ചെയ്യാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയിൽ നെഹമ്യ ഇരിക്കുമ്പോൾ നെഹമ്യാവിന്റെ അകത്ത് ഒരു വലിയ പാഷൻ ഉണ്ടായി. എന്താണ് ആ പാഷൻ എന്നറിയാമോ? ഈ മതിൽ പണിയണം, ഈ വാതിലുകൾ പണിയണം, ഈ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാക്കണം. ആ പാഷൻ അകത്തങ്ങനെ ആ ഉപവാസത്തിൽ, പ്രാർത്ഥനയിൽ കത്താൻ തുടങ്ങി. ആ പാഷൻ അകത്ത് നിൽക്കുന്ന നെഹമ്യാവിന്റെ അകത്തൊരു വിഷൻ ഉണ്ടായി. ആ വിഷൻ, ഈ മതിൽ എങ്ങനെ പണിയണം, ഇത് ഏത് നിലയിൽ പ്രവർത്തിക്കണം, എങ്ങനെയൊക്കെ ചുവട് വെച്ചാൽ ഇത് സാധ്യമായി തീരും എന്നൊരു വിഷൻ ഉണ്ടായി. ആ വിഷനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു മിഷൻ ഉണ്ട്. ഒരു മിഷൻ വർക്കുണ്ട്. ആ മിഷൻ വർക്ക് ഫുൾഫിൽ ചെയ്യുവാൻ തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ലെന്ന് മനസ്സിലായി. ഈ സാഹചര്യത്തിൽ അവിടെ ഇവിടെയായി ചിതറിപ്പാർത്ത ദൈവത്തിന്റെ ജനത്തോട് തൻ്റെ അകത്ത് ഉപവാസത്തിൽ, പ്രാർത്ഥനയിൽ ലഭിച്ചതായ ആ പാഷനും, ആ പാഷനകത്തുനിന്ന് വന്ന വിഷനും, ആ വിഷനകത്തൊരു മിഷൻ ഉണ്ടെന്നുള്ള സത്യവും അവരോട് അറിയിച്ചു, അവരോട് വ്യക്തമാക്കി. ആ സന്ദർഭത്തിൽ നെഹമ്യാവ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നെഹമ്യാവിന്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങളിൽ അത് വ്യക്തമാണ്. എന്നാൽ ഹോരോന്യനായ സൻബലത്തും അമ്മോന്യനായ ദാസൻ തോബിയാവും അരാബ്യനായ ഗേശ്യമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു നിന്ദിച്ചു. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നു എന്ന് ചോദിച്ചു. ഇവിടെ ഈ 19-ാം വാക്യത്തിൽ നിന്ന് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച, ഉപവസിച്ച, ഒരു വലിയ പാഷനോടുകൂടെ ഒരു വിഷൻ ലഭിച്ച, ആ വിഷനകത്തൊരു മിഷൻ വർക്ക് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചുവടുകൾ വെച്ച ആ വ്യക്തിയെയും ആ വ്യക്തിയോടൊപ്പം നിൽക്കുന്നവരെയും നിരുത്സാഹപ്പെടുത്തുവാൻ, ഡിസ്കറേജ് ചെയ്യുവാൻ ചില വ്യക്തികൾ അവിടെ എഴുന്നേറ്റു. എല്ലാ കാലത്തും ഇതുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികളെ, നിങ്ങളുടെ കാൽവെപ്പുകളെ, നിങ്ങളുടെ ഉയർച്ചകളെ, നിങ്ങളുടെ നന്മകളെ കണ്ട് അസൂയ പൂണ്ട് അസ്വസ്ഥരായ ചില സൻബലത്തുമാർ, ചില അമോന്യദാസന്മാരായ തോബിയാവുമാർ, ഹല്ലേലൂയ, ചില അരാബ്യന്മാരായ ശേമുമാർ ഇത് കേട്ടിട്ട് അസ്വസ്ഥരാകാറുണ്ട്. അവരസ്വസ്ഥരായിട്ട് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു പരിപാടി പരിഹസിക്കുക എന്നുള്ളതാണ്, നിന്ദിക്കുക എന്നുള്ളതാണ്. കുറെ പരിഹസിക്കുമ്പോൾ, കുറെ നിന്ദിക്കുമ്പം ഇവനങ്ങ് ഒതുങ്ങുമല്ലോ. കുറെ പരിഹസിക്കുമ്പം, കുറെ നിന്ദിക്കുമ്പം ഇവന്റെ ദർശനം അങ്ങ് പോകുമല്ലോ. കുറെ നിന്ദിക്കുമ്പോൾ, കുറെ പരിഹസിക്കുമ്പോൾ ഇവനങ്ങ് ഇട്ടിട്ട് പോകുമല്ലോ എന്നാണ് നെഹമ്യാവിനെ കുറിച്ച് കരുതിയത്. പക്ഷെ 20-ാമത്തെ വാക്യത്തിൽ നെഹമ്യാവ് പറഞ്ഞ വാക്കിന്റെ മുമ്പിൽ ഒരു സൻബല്ലത്തിനും ഒരു തോബിയാവിനും നിൽക്കാൻ കഴിയാത്തൊരു വാക്കാണ് നെഹമ്യാവ് പറഞ്ഞത്. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ
എഴുന്നേറ്റ് പണിയും. Hallelujah. Yes. ഹല്ലേലൂയ. Amen. ഏത് പരിഹാസത്തിന്റെ നടുവിലും, ഏത് നിന്ദയുടെ നടുവിലും, ഏത് തകർച്ചയുടെ നടുവിലും, അയ്യോ ഞാൻ അങ്ങ് ഒറ്റപ്പെട്ടു പോയി, ഞാൻ അങ്ങ് തകർന്നു പോയി, എനിക്കിനി ഒരു ലൈഫില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിന്റെ നടുവിലും ആധരം തുറന്ന് വാ തുറന്ന് പരിഹാസിയുടെ മുമ്പിൽ തല കുരിച്ചല്ല, തല ഉയർത്തി നിന്നുകൊണ്ട് ഇന്ന് പകൽ വിളിച്ചു പറ, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. അതെ, ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുന്നത് ആമീൻ ലോകത്തിലെ മനുഷ്യരല്ല, ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുന്നത് വ്യക്തികളും സംഘടനകളുമല്ല, ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ദർശനം നൽകിയ ദൈവമാണ്, ഞങ്ങൾക്ക് കാഴ്ചപ്പാടുകൾ നൽകിയ ദൈവമാണ്, ഞങ്ങളെ അഭിഷേകം ചെയ്ത ദൈവമാണ്, ഞങ്ങളെ ഇവിടം വരെ നടത്തിയ കർത്താവാണ്. ഇവിടം വരെ നടത്തിയ ദൈവത്തെ കുറിച്ചൊരു ബോധ്യം ഉള്ളത്തിലുണ്ടെങ്കിൽ, എന്നെ ഇവിടം വരെ എത്തിച്ചത് എന്റെ കർത്താവാണെന്ന് പറയാൻ അകത്ത് ധൈര്യമുണ്ടെങ്കിൽ, ഇന്ന് പകൽ വീണ്ടും കേട്ടോ, ആ കർത്താവ് ഇന്നും നാളെയും അടുത്ത ദിവസങ്ങളിലും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ഒരു റിസ്റ്റോറേഷൻ വെളിപ്പെടരുത്. എപ്പോഴും ശത്രുവിന്റെ ആഗ്രഹം എന്നാണെന്നറിയാമോ? പൊളിഞ്ഞു കിടക്കുന്നത് പൊളിഞ്ഞു തന്നെ കിടക്കണം, തകർന്നു കിടക്കുന്നത് തകർന്നു തന്നെ കിടക്കണം. ഇതാണ് പിശാചിന്റെ ആഗ്രഹം. ഇത് നിങ്ങൾ മറന്നു പോകല്ലേ. കള്ളു കുടിച്ച് നടക്കുന്നവൻ ഇനിയും കള്ളു കുടിച്ച് തന്നെ നടക്കണം. അതാണ് പിശാചിന്റെ, ശത്രുവിന്റെ ആഗ്രഹം. മാനസികമായി തകർന്നവൻ, സമനില തെറ്റിയവൻ അങ്ങനെ തന്നെ പോകണം. അതാണ് ശത്രുവിന്റെ ആഗ്രഹം. പരാജയപ്പെട്ട് കിടക്കുന്നവൻ അങ്ങനെ തന്നെ പോകണം. അതാണ് ശത്രുവിന്റെ ആഗ്രഹം. പക്ഷേ യേശുവിന്റെ ആഗ്രഹം അതല്ല, ദൈവത്തിന്റെ ആഗ്രഹം അതല്ല. അറക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനുമായി സാത്താൻ വന്നെങ്കിൽ, യേശു കർത്താവ് പറയുന്നു, ഞാൻ വന്നതോ നിനക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, എങ്ങനെയാണ് ഒരു പുനർസ്ഥാപനം ഉണ്ടാകുന്നത്? അതിന്റെ ഒന്നാമത്തെ ചുവടുവെപ്പുകൾ എന്താണ്? പൊളിഞ്ഞു കിടക്കുന്നത് എങ്ങനെ റെസ്റ്റോർ ചെയ്യപ്പെടും? തകർന്നു കിടക്കുന്നത് എങ്ങനെ റെസ്റ്റോർ ചെയ്യപ്പെടും? ദൈവസന്നിധിയിൽ, പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ. നോ അതർ വേ, നോ അതർ സൊല്യൂഷൻ. അന്വേഷിക്കണ്ട, കിട്ടൂല, കിട്ടില്ല. ഇനി എത്ര ശക്തന്മാരാണെങ്കിലും, ഇനി എന്നൊക്കെ ആണെങ്കിലും, ലോകം അങ്ങനല്ലേ, എത്ര കഴിവുള്ള, എത്ര ശക്തമായി ചികിത്സിക്കുന്ന ഒരു വൈദ്യനാണെങ്കിലും ഒടുവിൽ പറയും, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു, ഇനി ദൈവത്തോട് പ്രാർത്ഥിക്കൂ. കാരണം ദൈവസന്നിധിയിൽ റെസ്റ്റോർ ചെയ്യപ്പെടാത്തതൊന്നുമില്ല, ദൈവസന്നിധിയിൽ പണിയപ്പെടാത്തതൊന്നുമില്ല, ദൈവസന്നിധിയിൽ രൂപാന്തരം പ്രാപിക്കാത്തത് ഒന്നുമില്ല. ഈ സന്ദേശം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് ഒന്ന് രണ്ട് സംഭവങ്ങൾ എൻ്റെ മുമ്പിൽ വരികയാണ്. അതിന് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരണം. 5-ാം അധ്യായത്തിൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും സകലതും തകർന്ന്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ തകർന്ന് നിൽക്കുന്ന, പൊളിഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാം. പത്രോസ്. ആ വാക്ക്, ആ ഭാഗങ്ങളൊന്ന് വായിച്ചേ 1 മുതൽ. ലൂക്കോസ് 5. അവൻ ഗെന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയായി 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ഷീമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ഷീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ഷീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, എങ്കിലും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, ഞങ്ങളുടെ അധ്വാനമെല്ലാം നിഷ്ഫലമായി പോയി. വാസ്തവത്തിൽ മനസ്സ് തകർന്ന് നിരാശപ്പെട്ട് വല കഴുകുന്ന ഒരു പീറ്ററിനെ, ഒരു ഷിമോനെ, ഒരു സൈമണെയാണ് നിങ്ങൾ അവിടെ കാണുന്നത്. അവൻ പറയുന്നു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, ഞങ്ങൾ തകർന്നു നിൽക്കുകയാണ്, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അവിടെയാണ് റെസ്റ്റോറേഷൻ വെളിപ്പെടുന്നത്. ഒന്ന്, പ്രാർത്ഥനയിൽ, ദൈവസാന്നിധ്യത്തിലും പ്രാർത്ഥനയിലും പുനർസ്ഥാപനങ്ങൾ സംഭവിക്കുന്നു, പൊളിഞ്ഞു കിടക്കുന്നത് പണിയപ്പെടുന്നു. രണ്ടാമതായി, ദൈവവാക്ക്, the word of God, ദൈവവാക്കിന്റെ മുൻപിൽ, ദൈവവചനത്തിന്റെ മുൻപിൽ
ആ വാക്കിനോട്, വചനത്തോട് കാണിക്കുന്ന അനുസരണത്തിന്റെ മുൻപിൽ പണിയപ്പെടുന്നു, നിറയപ്പെടുന്നു, ഒഴിഞ്ഞത്, ശൂന്യമായത് ഫുള്ളാകുന്നു. ഹല്ലേലൂയ. നിരാശപ്പെട്ട് നിൽക്കുന്ന, തകർന്നു നിൽക്കുന്ന മനുഷ്യനോട് കർത്താവ് പറയുന്നു, നിന്റെ വല നീ ആഴത്തിലേക്ക് വീശുക. സ്തോത്രം. നാഥ, എൻ്റെ പ്രയത്നങ്ങളെല്ലാം നിഷ്ഫലമായിരിക്കുകയാണ്. രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, എൻ്റെ അധ്വാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ വളരെ ഡിപ്രസ്ഡ് ആണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ പോകുന്നവരുണ്ട്. ഞാൻ ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തു. രക്ഷപ്പെടുവാൻ, നന്മയുണ്ടാകാൻ, സ്വസ്ഥതയുണ്ടാകാൻ, ഈ സാഹചര്യത്തിനൊരു വ്യത്യാസം ഉണ്ടാകാൻ, എൻ്റെ ഭാവി ഒരു നന്മയിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ ഞാൻ പലതും ചെയ്തു, പല കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഒന്നും ഫലകരമാകുന്നില്ല, ഫലവത്താകുന്നില്ല. എല്ലാത്തിലും പ്രതിസന്ധികൾ മാത്രം ബാക്കി നിൽക്കുന്നു, ശൂന്യതകൾ മാത്രം ബാക്കി നിൽക്കുന്നു, തകർച്ചകൾ മാത്രം ബാക്കി നിൽക്കുന്നു. സഹോദരങ്ങളെ, ഇവിടെ പൊടുന്നനവേ അവസ്ഥകൾക്ക് വ്യത്യാസം ഉണ്ടാക്കുന്നത് എന്നാണെന്നറിയാമോ? നിന്റെ വാക്കിന്, യുവർ വേർഡ്, the word of God will restore your life. The word of God will change your life. Hallelujah. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പുനഃസ്ഥാപനത്തെ കൊണ്ടുവരുന്നു. ഒന്നാമത് നെഹമ്യാവിന്റെ വിഷയത്തിൽ ഞാൻ കാണിച്ചു തന്നത് പ്രാർത്ഥന പണിയുവാനായി ദർശനം നൽകുന്നു, പുനഃസ്ഥാപിക്കുവാനായി നിയോഗിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ വാക്ക്, ദൈവത്തിന്റെ വചനം നഷ്ടപ്പെട്ടു പോകുന്ന, ശൂന്യമായി നിൽക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ നിങ്ങളെ നിറവിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. എവിടെങ്കിലും ഒരു എംപ്റ്റിനെസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതെടുത്ത് വായിക്ക്, തിരുവെഴുത്ത് വായിക്ക്, വചനം വായിക്ക്, അത് വിശ്വസിക്ക്, എന്നിട്ടത് വാഗൊണ്ട് പറയ്, എന്നിട്ടത് വിളിച്ചു പറയത് എന്നോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ്, നീ ഒരു പരാജയമാണ്, നീ ഒരു തകർന്ന വ്യക്തിയാണ്, സ്തോത്രം എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളുടെ, വ്യക്തികളുടെ നടുവിൽ വാ തുറന്ന് പറയുക, ഞാൻ ഒരു നനവുള്ള തോട്ടമായിരിക്കും, ഞാനൊരു നീരൊഴുക്കുള്ള തോട്ടമായിരിക്കും, സ്തോത്രം, ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിരിക്കും, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എന്നെ മാനിച്ചിരിക്കുമെന്ന് തിരുവെഴുത്തുകളിൽ നിന്ന് പറയുവാൻ നമുക്ക് കഴിയണം. വചനം എപ്പോഴും ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾ വെറും നമ്മുടെ വാക്കുകളാണ്. നാം പറയുന്ന വാക്കുകൾ നമ്മുടേത് മാത്രമാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നതിന്റെ ഉടമസ്ഥാവകാശം ഒരു മനുഷ്യനുമുള്ളതല്ല, അത് പറഞ്ഞവനാണ് അതിന്റെ ഉടമസ്ഥൻ. ഞാൻ ഒരാൾക്കൊരു വാക്ക് കൊടുത്താൽ അത് പാലിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കേണ്ടത് ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് ഇരമ്യാവിനോട് ദൈവം പറഞ്ഞത്, ഇരമ്യാവെ നീ എന്ത് കാണുന്നു? ഇരമ്യാവ് പറഞ്ഞു, ഞാൻ ഒരു ബദാം വൃക്ഷത്തിന്റെ കൊമ്പ് കാണുന്നു. ദൈവം പറയുകയാണ്, നീ കണ്ടത് ശരി തന്നെയാണ്, എൻ്റെ വചനങ്ങളെ നിവർത്തിക്കേണ്ടതിന് ഞാൻ അതിൻ്റെ പിറകിൽ ജാഗരിച്ചുകൊള്ളും. അപ്പോൾ നിന്നെ ആ കാഴ്ച കാണിച്ചത് ഞാനാണെങ്കിൽ, എൻ്റെ വചനമാണ് നിന്നോട് അറിയിച്ചതെങ്കിൽ, ആ വചനങ്ങളെ നിവർത്തിക്കേണ്ടത് എൻ്റെ ദൗത്യമാണ്, നിന്റെ ദൗത്യമല്ല. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനം അത് നിവർത്തിക്കപ്പെട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ സഹോദര, സഹോദരി, ദൈവത്തിന്റെ പൈതലേ, നാം കാണുന്ന ഈ സമൂഹത്തിലെ അനവധിയായ വ്യക്തിത്വങ്ങൾ, അവരുടെ ജീവിതത്തിലെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. എത്രയോ മദ്യപാനികൾ മദ്യപാന സ്വഭാവത്തെ ഉപേക്ഷിച്ചത് തിരുവചന കേൾവിയുടെ മുൻപിലാണ്. എത്രയോ കുടുംബജീവിതം തകർന്ന വ്യക്തിത്വങ്ങൾ ആ തകർന്ന അവസ്ഥയിൽ നിന്ന് അവർ പുറത്തു വന്നതും ദൈവവചന സത്യത്തിന്റെ മുൻപിലാണ്. എപ്പോഴും മനസ്സിലാക്കുക, ദൈവവചന സത്യങ്ങൾ മനസ്സിലാക്കാതെ, ദൈവവചനത്തിന് വില കൽപ്പിക്കാതെ, ദൈവവചനം ഏറ്റെടുക്കാതെ, ജീവിതത്തിൽ എന്തെങ്കിലും ബാഹ്യമായ കാര്യങ്ങൾ കണ്ടുകൊണ്ട്, പുറമേ ഉള്ള ചില കാര്യങ്ങൾ കണ്ടുകൊണ്ട് അതിനകത്ത് എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ ചുവടുകൾ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ വ്യക്തിക്ക് ഒരു ലോങ് റണ്ണിങ് ഉണ്ടാകത്തില്ല, ദീർഘദൂരം കർത്താവിന്റെ രാജ്യത്തിൽ ഓടാൻ കഴിയത്തില്ല. എന്നാൽ ആഴക്കുഴിച്ച് അടിസ്ഥാനമിട്ട് പാറമേൽ വീട് പണിത മനുഷ്യനോട് തുല്യനായിത്തീരുന്നത് ദൈവവചനത്താൽ ജീവിതത്തെ പണിയപ്പെടുന്ന വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന പത്രോസ്, അവന്റെ വല നിറഞ്ഞത്, അവന്റെ വള്ളം നിറഞ്ഞത്, അവന്റെ കൂട്ടുകാരെ പോലും മാടി വിളിച്ച് അവന് ലഭിച്ച
ആ നന്മകൾ അവൻ പങ്കുവെച്ചത്. പിന്നത്തേതിൽ ലഭിക്കപ്പെട്ട ഭൗതിക നന്മകളെക്കാൾ വലുതാണ് സ്തോത്രം എൻ്റെ അരികിൽ നിൽക്കുന്ന, എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവമെന്ന്, യേശുവെന്ന് തിരിച്ചറിഞ്ഞ് അവൻ കർത്താവിനെ അനുഗമിക്കുവാനൊക്കെ ആരംഭിച്ചതിന്റെ എല്ലാറ്റിന്റെയും പ്രധാന കാരണം ആ വാക്കിന് വലയിറക്കിയതാണ്, ആ വാക്കനുസരിച്ചതാണ്. കാരണം യേശു കർത്താവ് യഹൂദനായിരിക്കുമ്പോൾ തന്നെ യേശു കർത്താവ് ഒരു തച്ചന്റെ കുടുംബത്തിലാണ് ജനിച്ചത്, ദൈവപുത്രനായ യേശു കർത്താവ്. പത്രോസ് മീൻപിടുത്തക്കാരനാണ്. രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. മത്സ്യം പിടിക്കുവാൻ പോകുന്ന വിഭാഗം, അവർക്ക് കടലിന്റെ തിരകൾ, ഓളങ്ങൾ, കാറ്റുകൾ അവർക്ക് വളരെ വ്യക്തമായി അറിയാം. ഏത് നിലയിലുള്ള തിരയടിച്ചാൽ പ്രശ്നമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഒരിക്കൽ ഒരു കാരണവശാലും രക്ഷപ്പെടുകയില്ലെന്ന് തിരയുടെ വരവ് കണ്ട് മനസ്സിലാക്കിയ പത്രോസ് വിളിച്ചു പറഞ്ഞത്. ശിഷ്യന്മാർ പറഞ്ഞു, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ല. അവർക്കറിയാമായിരുന്നു അത് നശിപ്പിക്കുന്ന തിരയാണെന്ന്, അത് തകർത്ത് കളയാൻ നിൽക്കുന്ന സാധനമാണെന്ന്. കാരണം ഓളങ്ങളെയും തിരകളെയും കടലിനെയും വ്യക്തമായി ബാല്യപ്രായം മുതൽ അറിയുന്നവരാണ് മത്സ്യബന്ധനത്തിന് പോകുന്നവർ. എന്നാൽ യേശു ആ ഡിപ്പാർട്ട്മെന്റിലല്ല മാനുഷികമായി നോക്കുമ്പോൾ വളർന്നു വന്നത്. ഒരു ആശാരി കുടുംബത്തിലാണ്, ഒരു തച്ചന്റെ ഭവനത്തിലാണ് യേശു കർത്താവ് വളർത്തപ്പെട്ടത്. പത്രോസിന് വേണമെങ്കിൽ മുഖത്ത് നോക്കി ചോദിക്കായിരുന്നു, കടലിന്റെ പൾസ് നിനക്കറിയില്ല, തടിയുടെ പൾസേ നിനക്കറിയൂ, കടലിന്റെ പൾസ് എനിക്കേ അറിയൂ, ഞാൻ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിന്റെ കാര്യം നീ നോക്കിക്കോ എന്ന് പറഞ്ഞെങ്കിൽ അവിടം കൊണ്ട് അവസാനിക്കുന്നു പത്രോസിന്റെ ചരിത്രം. പക്ഷേ യേശു കർത്താവ് അവനോടൊരു വാക്ക് പറയുമ്പോൾ ആ വാക്കിന്റെ മുമ്പിൽ തർക്കിക്കാൻ നിൽക്കാതെ, സിദ്ധാന്തങ്ങളൊന്നും ഉപയോഗിക്കാതെ, ആ വാക്കിന്റെ മുമ്പിൽ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തെ തല കൊണ്ട് വിശ്വസിക്കാതെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. പലരും ദൈവത്തെ വിശ്വസിക്കുന്നത് തല കൊണ്ടാണ്, ബുദ്ധി കൊണ്ടാണ്. ദൈവത്തെ തല കൊണ്ടല്ല വിശ്വസിക്കേണ്ടത്, ദൈവത്തെ ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടുമാണ് വിശ്വസിക്കേണ്ടത്. ബുദ്ധി കൊണ്ട് വിശ്വസിക്കാതെ, തല കൊണ്ട് വിശ്വസിക്കാതെ, ഹൃദയം കൊണ്ട് ആത്മാവ് കൊണ്ട് അവന്റെ വാക്കുകളെ വിശ്വസിച്ച പത്രോസ് വലയിറക്കി. അത്ഭുതകരമായി, അതിശയകരമായി അവന്റെ വല നിറഞ്ഞു. അതെ, ഒഴിഞ്ഞ വല നേരത്തെ ഇറക്കി കിട്ടാതെ കൊണ്ടുവന്ന് ആ വല വീണ്ടും റിസ്റ്റോർഡായി, പുനഃസ്ഥാപിക്കപ്പെട്ടു. അവന്റെ മത്സ്യബന്ധനം പുനഃസ്ഥാപിക്കപ്പെട്ടു. അവന്റെ ജീവിതത്തിന് വഴിത്തിരിവുകൾ ഉണ്ടായി. ഒന്ന്, പുനഃസ്ഥാപനം നടക്കുന്നത് പ്രാർത്ഥനയിൽ. രണ്ടാമത്, പുനഃസ്ഥാപനം നടക്കുന്നത് ദൈവത്തിന്റെ വാക്കിന്റെ മുൻപിൽ, എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ മുൻപിൽ.